ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മധുരക്കിഴങ്ങ് വെച്ചിട്ട് അടിപൊളി ഒരു 4 മണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. ഇത് നമ്മുടെ അടുത്ത വീട്ടിൽ നട്ടുപറിച്ച മധുരക്കിഴങ്ങാണ് കേട്ടോ. നല്ല മധുരമുള്ള കിഴങ്ങാണേ. ഇന്നലെ നമ്മൾ 2-3 എടുത്ത് പുഴുങ്ങി കഴിച്ചു. ഇനിയിപ്പോൾ ഇത് ആവി കയറ്റി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. അങ്ങനെ നമ്മളിത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമ്മളിതൊന്ന് പൊളിച്ചിട്ട ശേഷമാണ് പുഴുങ്ങിയെടുത്തത് കേട്ടോ. പിന്നെ ഇതിനായി എടുത്തേക്കുന്നത് 1 കപ്പ് ഓട്സ് ആണ്, 1 കപ്പ് തേങ്ങ ചിരികിയതും, പിന്നെ കുറച്ച് ശർക്കര പാനി കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മധുരക്കിഴങ്ങിനെ തൊണ്ട് കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നല്ല നൂറുള്ള കിഴങ്ങാണ് കേട്ടോ. ഉടച്ചെടുത്ത കിഴങ്ങിനെ നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഓട്സും തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു 4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മളിത് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ചൂടാറാനായി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് വയ്ക്കാം. ചൂടാറിയ ശേഷം നമുക്കിതൊരു മിക്സി ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ടൊന്നും പൊടിയുണ്ട കേട്ടോ. ഈ ഒരു പാകത്തിന് പൊടിച്ചെടുത്താൽ മതിയാകും. ഇനിയിപ്പോൾ ഈ പാൻ തന്നെ അടുപ്പത്തേക്ക് വെച്ച ശേഷം 1 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഉടച്ചു വെച്ചേക്കുന്ന മധുരക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബട്ടറിന് പകരം നെയ്യ് ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം, പിന്നീട് മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ പൊടിച്ചു വെച്ചേക്കുന്ന ഓട്സിൻ്റെയും തേങ്ങയുടെയും മിക്സ് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. അല്പം കൂടി ശർക്കരപ്പാനി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 10-15 ഉണക്കമുന്തിരി കൂടി ഒന്ന് ചേർത്ത് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ. നമ്മളിത് ഉരുട്ടിയിട്ട് പരത്തിയെടുക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണിത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടാറിയ ശേഷം കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കുറേശ്ശെ എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയ ശേഷം ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ പരത്തിയ ശേഷം അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു 2 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ഓരോന്നായി പാനിലേക്ക് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് ചൂടായ ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചിട്ട ശേഷം അതിന് മുകളിലും ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 വശവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ 4 മണി പലഹാരത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.